മൂവിയിലേക്ക് വിളിച്ചപ്പോൾ എന്നോട് നിനക്ക് ഞാനൊരു നല്ലൊരു ക്യാരക്ടർ തരാണ്, നീ ഇത്രയും നാൾ കോമഡി അല്ലേ ചെയ്തത്, നല്ലൊരു ക്യാരക്ടർ തരാണ്. സന്തോഷം. NFTCയിലെ മൂവിയാണ്. ഓക്കെ, 2 കാലഘട്ടത്തിലാണ്, മോൻ്റെ അമ്മയായിട്ടാണ്. സന്തോഷം. അപ്പോഴും ഓക്കെ ഓക്കെ, കാരണം നമ്മളെ വർക്കിന് വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ സത്യം പറയാ, ഞാൻ ആ ലൊക്കേഷനിൽ എന്നിട്ട് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞു എൻ്റെ ഒരു സങ്കടം കേട്ടോ. കാര്യം നമ്മളൊരു ലൊക്കേഷനിൽ പോയൊരു ഫീലൊന്നും അല്ല. ചേച്ചിയും സാറും മക്കളോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണോ, എത്ര ലവിങ് ആണോ, ആ ഒരു ഇത് ശരിക്കും ആ മോനിൽ ഞാൻ അവരുടെ ഫസ്റ്റ് മൂവി ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ അടുക്കൂല കുട്ടികൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. പക്ഷെ മോൻ ഫസ്റ്റ് മൂവി ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെ ഒരു പുഴയുടെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മോൻ വീണ് കിടക്കുന്ന അങ്ങനെ ഒരു ഷോട്ട് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് മൂവിയിൽ. അതിലെല്ലാം മോൻ ചെയ്ത് നമ്മളായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിപ്പോയി. കാര്യം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പരിചയമുള്ളത് പോലെ ഒരിത് സ്വന്തം മോൻ്റെ ഒരു ഫീലാണ്. അതുകൊണ്ട് എനിക്ക് ഈ മൂവി ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. കാര്യം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്തത് മോൻ തന്നെയാണ്. ഈ ഒരു മൂവിയുടെ മെയിൻ ഇത് കൊണ്ടുപോകുന്നത് തന്നെ മോൻ്റെ ഒരു ഇത്. അതിപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും നല്ല പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ മോൻ സത്യം പറഞ്ഞ് ജീവിക്കുമായിരുന്നു. അത് ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. അത് ശരിക്കും ആ ഫുൾ ഫാമിലിയിൽ എങ്ങനെയാണോ എല്ലാവരും പെരുമാറുന്നത്, ചേച്ചി സാറ് എത്രയോ ലവിങ് ആണോ അത്രയും ലവിങ് ആണ് മോൻ്റെ ഒരു സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം കുട്ടികളായിട്ട് നമ്മൾ മെൻ്റലി അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. കാര്യം ഓരോ സീൻ ചെയ്യുമ്പോഴും അവനെൻ്റെ മോനാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ഇച്ചിരി വളർന്ന് ഹൈറ്റ് വെച്ചു കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിന് ചേച്ചിയോടും സാറിനോടും ഒരുപാട് നന്ദിയാണ്. കാരണം എൻ്റെ ഒരു ലൈഫിൽ ഹ്യൂമർ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് മാറിയൊരു ഇത്. പിന്നെ ഇവിടെ വന്നിട്ടൊരു മൂവി കണ്ടൊരു ഫീലൊന്നുമല്ല, അത്രയും നേരം ചിരിക്കുമായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ ഇത് പറയുമ്പോഴും. ഇപ്പോൾ ജോണി ആൻ്റണി ചേട്ടൻ്റെ ആ ഒരു ഇതാണെങ്കിലും നമുക്ക് ചിരി വരുന്നത്. പിന്നെ ആകെ പെട്ടെന്ന് ഞാൻ നായി പോയത് മോൻ ആ കുളത്തിൽ മുങ്ങുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ. ബാക്കി എല്ലാത്തിലും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഫുൾ ക്രൂ, മനോജേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, മനോജേട്ടൻ, ഉമേഷ് ചേട്ടൻ, പിന്നെ എല്ലാവരും എല്ലാ ക്രൂ യൂണിറ്റ് എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. കാര്യം നമ്മൾ ഷൂട്ടെന്നുള്ള ഫീലല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഫാമിലിയിൽ പോയിട്ട് എൻജോയ് ചെയ്തു അത്രയും ദിവസവും. കാര്യം നമ്മുടെ ലൈഫിലൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ്. ഊഞ്ഞാലാട്ടവും ഇത്രയും കുടുംബക്കാരൊന്നിച്ചപ്പോൾ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇത്രയും ആൾക്കാർ ഓണത്തിന് സദ്യ ആണെങ്കിലും ഓരോ ഷോട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ആ കുട്ടികളെല്ലാവരും കൂടെ രാത്രി ഇരുന്നിട്ട് പേടിപ്പിക്കുന്ന ഒരു ഷോട്ട്സ് ഒക്കെ ഇല്ലേ, അതൊന്നും ശരിക്കും ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ ഭയങ്കര ഓരോ ഷോട്ട്സ് ആണെങ്കിലും എൻജോയ് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ വന്നിരുന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. താങ്ക് യു.